ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാൻസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മൈദ ഇല്ലാതെ ഒരു അടിപൊളി പീറ്റ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് ഈ ബ്രെഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മൈദ യൂസ് ചെയ്യവേ വേണ്ട. നല്ല ഒരു പീറ്റ പോക്കറ്റും കിട്ടും. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന ഒരു പീറ്റ ബ്രെഡ്. അതിനായിട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 180 മില്ലി ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കുന്നവർ അത് ബബിൾ ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് 2 കപ്പ് ഫൈൻ റവ ആഡ് ചെയ്യാം. 300 ഗ്രാം റവ, 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. നീഡിങ് എത്രയും നന്നാവുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ പിറ്റ ബ്രെഡ്. അപ്പോൾ ഒരു വിൻഡോ പെയിൻ വരുന്നവരെ തന്നെ നീഡ് ചെയ്തെടുക്കണം. റവ തന്നെ അല്ലാതെ വേണമെങ്കിൽ പകുതി റവയും പകുതി ഗോതമ്പ് പൊടിയും ചേർത്തും വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വലിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് നന്നായിട്ട് വിൻഡോ പെയിനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്ട്രെച്ച് ചെയ്താൽ ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ഡബിളായിട്ട് പൊങ്ങി വരുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇച്ചിരി മയം പുരട്ടിയ ഒരു ബൗളിൽ ഈ മാവ് വെച്ച് ഒരു ക്ലിങ് ഫിലിമോ നനഞ്ഞ ഒരു തുണിയോ ഇട്ട് മൂടി വെക്കാം. ഇപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ അളവിലുള്ള പൊടി കൊണ്ട് നമുക്ക് 8 പിറ്റ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് 8 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് എല്ലാം ബോൾസ് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ക്ലിങ് ഫിലിം ഇട്ട് തന്നെ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കിത് നല്ല വട്ടത്തിൽ, ഒത്തിരി അങ്ങ് കനം കുറയ്ക്കുകയും ചെയ്യരുത്, എന്നാൽ കൂടുതൽ കനം ആവുകയും ചെയ്യരുത്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എല്ലാം പരത്തിയെടുത്ത ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തവയിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ ചെറു ചൂടിലിടണം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് കൂട്ടി വെക്കണം. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അപ്പോൾ നന്നായിട്ടത് പൊങ്ങി വരും. നല്ല സോഫ്റ്റായിട്ടുള്ള പിറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട്
പൊങ്ങി വരും അത്. അപ്പോൾ എല്ലാ പിറ്റ ബ്രെഡ്സും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഡിന്നറിന് വേണ്ടിയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.